ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिम्रान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं पदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च हे कृष्णा करुणा सिंधु दीनबंधो जगतपति गोपेश गोपिका कांद राधा कांद नमोस्तु तप्त कांचन गौरांगी राधे वृंदावनेश्वरी शबानो सुदे देवी प्रणमामि हरिप्रिये वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे वैराग्य विद्या निज भक्ति योगा शिक्षार्थमेक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी नृपाम्बुदीर्घस्तमहं प्रपद्ये पंचतत्वात्मकं कृष्णं भक्तरूपासुरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम् जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद गुरुवे गौरचंद्राय राधिकाय तदालय कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്ത്. ഇന്നത്തെ ശ്രീ ചൈതന്യ ചരിതാമൃത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇപ്പം നമ്മൾ ചൈതന്യ ചരിതാമൃതം ആദിലീല 2-ാമത്തെ അധ്യായം 19-ാമത്തെ ശ്ലോകം മുതൽക്കാണ് വായിക്കുന്നത്. അനന്തസ്ഫടികയാച്ചേ ഏക സൂര്യഭാസേ തായ്ച്ചേ ജീവേ ഗോവിന്ദേര ഹംസപ്രകാശേ അനന്താസ്ഫടികയാച്ചേ ഏക സൂര്യഭാസേ താഴ്ചേ ജീവേ ഗോവിന്ദേര ഹംസപ്രകാശേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അനന്തസ്ഫടികേ യച്ഛേ ഏക സൂര്യഭാഷേ തൈച്ഛേ ജീവേ ഗോവിന്ദേര അംശ പ്രകാശേ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. അനന്തസ്ഫടികയൈചേക സൂര്യഭാസേ തൈച്ചേ ജീവേ ഗോവിന്ദേ രാംശ പ്രകാശേ. വിവർത്തനം ശ്രീ എസ് സി ഭക്തിവേദാന്ത സ്വാമി ശീലപ്രഭുപാദ് കി ജയ്. ഒരേ സൂര്യൻ എണ്ണമറ്റ രത്നങ്ങളിൽ ബഹുധാ പ്രതിഫലിക്കുന്നതായി കാണപ്പെടുന്നത് പോലെ ഗോവിന്ദൻ സ്വയം പരമാത്മാവെന്ന നിലയിൽ എല്ലാ ജീവസത്തകളുടെയും ഉള്ളിൽ ആവിഷ്കൃതനാകുന്നു. ഹരേ കൃഷ്ണ. ശീലപ്രഭുപാദ് കി ജയ്. Very good. As the one sun appears reflected in countless jewels, so Govinda manifests himself as Paramatma in the hearts of all living beings. എങ്ങനെ സൂര്യ ഭഗവാൻ ജ്വൽസിൽ കൗണ്ട്ലെസ് ജ്വൽസിൽ അതിൻ്റെ പ്രതിഫലനം നമ്മൾക്ക് കാണിച്ചു തരുന്നു. അതേപോലെ ഭഗവാൻ സ്വയം പരമാത്മാവിൻ്റെ എക്സ്പാൻഷനിൽ, പരമാത്മാവിന് ഭഗവാന്റെ ഒരു പാർഷ്യൽ റെപ്രസെൻറ്റേഷൻ എല്ലാ ജീവജാലങ്ങളിലും ജീവാത്മാക്കളുടെ കൂടെ തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാ ജീവാത്മാക്കളിലും പരമാത്മാവും കുടികൊള്ളുന്നുണ്ട്. അപ്പോൾ ദേഹം വിടുമ്പോൾ ആ ജീവാത്മാവിൻ്റെ കൂടെ പരമാത്മാവും പോകുന്നു. അതിൻ്റെ കൂടെ സട്ടിൽ ബോഡി അല്ലേ. അപ്പോൾ നമുക്ക് 2 ശരീരമുണ്ട്, ഗ്രോസ് ആൻഡ് സട്ടിൽ. അപ്പം നമ്മളുടെ ഈ ഗ്രോസ് ശരീരം വിടുമ്പോൾ സട്ടിൽ ബോഡി പോകും. സട്ടിൽ ബോഡിയിൽ എന്താണുള്ളത്? ആ ജീവാത്മാവിനെ കൊണ്ടുപോകും. ജീവാത്മാവിൻ്റെ കൂടെ ആര് പോകുന്നു? പരമാത്മാവും കൂടെ. So the sun is situated in a specific location but is reflected in countless jewels and appears in innumerable localized aspects. അതിന് ഉദാഹരണമാണ്
സൂര്യഭഗവാൻ ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ അതിന്റെ റിഫ്ലക്ഷൻ പല വിധത്തിലും ജ്വൽസിനും മറ്റുള്ള പല സ്ഥലത്തും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഭഗവാൻ ഒരു സ്ഥലത്താണ്, ഗോലോക വൃന്ദാവൻ. ആ ഭഗവാന്റെ എക്സ്പാൻഷൻസ്, അതിന്റെ എക്സ്പാൻഷൻ പരമാത്മാവിന്റെ രൂപത്തില് എല്ലാ ജീവജാലങ്ങളും പിടികൊള്ളുന്നു. eternally present in his and he stands about ഗോലോക വൃന്ദാവന. ഭഗവാൻ ആ ഗോലോക വൃന്ദാവനത്തിലാണ് eternally, ശാശ്വതമായിട്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പാർഷ്യൽ റിപ്രസെന്റേഷൻ ആയിട്ടുള്ള പരമാത്മാവ് ഇവിടെ എല്ലാ ജീവജാലങ്ങളുടെയും കൂടെ വസിക്കുന്നു. In the Upanishad, it is said that the Jiva, living entity, and the Paramatma, super soul, are like two birds sitting in the same tree. ഉപനിഷത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജീവാത്മാവും പരമാത്മാവും രണ്ട് പക്ഷികളെ പറയുന്നു. കാരണം ഒരു പക്ഷി ഫലം കഴിക്കുന്നു, മറ്റേ പക്ഷി അതിനെ സാക്ഷ്യം വഹിക്കുന്നു. The super soul engages the living being in executing fruitive work as a result of his deeds in the past, but the Paramatma is nothing to do with such engagement. സൂപ്പർ സോളിന് കാര്യമായിട്ടൊന്നുമില്ല. എന്താണ്? ഉപദൃഷ്ട അനുമന്താച്ച, അത് സൂപ്പർവൈസ് ചെയ്യുന്നു, അത് സാങ്ഷൻ ചെയ്യുന്നു. പരമാത്മാവ് എന്താണ്? അത് ഉപദൃഷ്ട അനുമന്ത, ഇത് മാത്രമേ ചെയ്യുന്നു. The super soul engages the living being in executing fruitive work as a result of his deeds in the past, but the Paramatma has nothing to do with such engagements. As soon as the living being ceases to act in terms of fruitive work and takes to the service of the Lord, Paramatma, coming to know of his supremacy, is immediately freed from all designations, and in that pure state he enters the kingdom of God, known as Vaikunta. അപ്പോൾ ഏതൊരു ജീവാത്മാവാണോ പരമാത്മാവായിട്ട് ആ ഒരു ബന്ധം പുനഃസ്ഥാപിക്കുന്നത്, ആരാണോ തൻ്റെ ആ ഫലങ്ങളുടെ ഇച്ഛയില്ലാതെ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ മാത്രം കർമ്മം ചെയ്യുന്നത്, അവർക്ക് എന്താണ്? അവർക്ക് ഇമ്മീഡിയറ്റ്ലി വൈകുണ്ഠത്തിലേക്ക് പ്രൊമോഷൻ കിട്ടും, വൈകുണ്ഠത്തിലേക്ക് പ്രവേശനം കിട്ടും. The Paramatma or super soul, the guide of the individual living beings, does not take part in fulfilling the desire of the living beings, but he arranges for their fulfillment by material nature. But directly Paramatma തൻ്റെ ഭൗതിക തലത്തിലുള്ള ആസ്വാദനങ്ങൾക്ക് അതിന് പെർമിഷൻ തരുന്നില്ല. അതെങ്ങനെ അറേഞ്ച് ചെയ്യുന്ന ഫെസിലിറ്റേറ്റ് ചെയ്യാണ്? ഇങ്ങനെ ത്രൂ മെറ്റീരിയൽ നേച്ചർ, ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജി. ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളിവിടെ ഈ ഭൗതിക ലോകത്തില് ജീവിക്കണമെന്ന്. ഭഗവാന്റെ ആഗ്രഹം എന്താണ്? നമ്മളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാണ്. നമ്മളെക്കാട്ടിലും കൂടുതൽ ഭഗവാനാണ് ആഗ്രഹം നമ്മളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ, അല്ലേ? പക്ഷെ നമ്മൾ അതെല്ലാം മറന്ന് ഇവിടെ സന്തോഷം, ഇവിടെ ആനന്ദം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അതിനു വേണ്ടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭഗവാൻ തൻ്റെ എക്സ്റ്റേണൽ ബഹിരാംഗ ശക്തിയെ ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. As soon as an individual soul becomes conscious of his eternal relationship with the super soul and looks only toward him, he at once becomes free from the entanglements of material enjoyment. അതായത് ഇവിടെ പറയുന്നത്, ജീവാത്മാവ് എപ്പോഴാണ് ആ ഒരു അവബോധത്തിൽ വരുന്നത്, അതായത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നത്, അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഉടനെ അതിനുള്ള അറേഞ്ച്മെന്റ് പരമാത്മാവ് അവർക്ക് കൊടുക്കുന്നു. ആൻഡ് നമ്മൾ അതിൽ നിന്ന് മുക്തരാവുന്നു. ഭൗതിക തലത്തിലെ ആസ്വാദനങ്ങൾ നമ്മൾ മുക്തരായിട്ട് നമ്മള് എവിടെ പോകുന്നു? പരമാത്മാവിന്റെ ആ ഒരു സഹായത്താണ് നമ്മൾ നമ്മുടെ വൈകുണ്ഠധാമത്തിലോ അല്ലെങ്കിൽ ഗോലോകധാമത്തിലോ. ക്രിസ്ത്യൻ ഫിലോസഫേഴ്സ് who do not believe in the law of karma put forward the argument that it is absurd to say one must accept the results of past deeds of which he has no consciousness. അപ്പോൾ ക്രിസ്ത്യൻ ഫിലോസഫേഴ്സിന്റെ സിദ്ധാന്ത പ്രകാരം നമുക്ക് കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മത്തിന്റെ ഇതൊന്നും നമുക്കറിയില്ല, ഓർമ്മയില്ല. അതുകൊണ്ട് നമുക്ക് ആ കർമ്മഫലം തരുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്ന് അവർ ആർഗ്യൂ ചെയ്യുന്നു. A criminal is first reminded of his misdeeds by witness in a law court and then is punished. അപ്പോൾ പ്രഭുപാദ അതിന് ഇവിടെ ഒരു ജസ്റ്റിഫിക്കേഷൻ തരുന്നത്, ഒരു കുറ്റവാളിയെ ആദ്യം കോടതിയിൽ ചെന്നിട്ട് അവർ ചെയ്ത കുറ്റങ്ങളെ
ഓർമ്മിപ്പിക്കുകയാണ്, റിമൈൻഡ് ചെയ്യാണ്. അവർ മറന്നാലും ശരി, പോലീസ് ഡിപ്പാർട്ട്മെന്റും മറ്റ് ദൃക്സാക്ഷികളും അവർ മറക്കില്ല. ഇതിന് ഇരകളായിട്ടുള്ള ആൾക്കാരും മറക്കില്ല. ഏതെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആരോടാണോ കുറ്റം ചെയ്ത് കുറ്റവാളി ചിലപ്പോൾ മറന്നേക്കാം, പക്ഷെ കുറ്റം ചെയ്യപ്പെട്ടവര്, അതിന് അധീനപ്പെട്ടവര് മറക്കില്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റ് മറക്കില്ല, സാക്ഷികൾ മറക്കില്ല. അപ്പോ ആദ്യം കോടതിയില് അവരെ അത് റിമൈൻഡ് ചെയ്യാതെ, അതേപോലെ പ്രകൃതി നമ്മളെ റിമൈൻഡ് ചെയ്യും ഏത് ജന്മത്തില്. അപ്പൊ അത് കാരണം നമുക്കും അതിൻ്റെതായിട്ടുള്ള, നമ്മൾ കുറ്റം ചെയ്തത് ഏതെങ്കിലും ജന്മത്തിലായിരിക്കും. അപ്പോൾ അതിന്റെ റിസൾട്ട് ആ ജന്മത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജന്മത്തിൽ നമുക്ക് കിട്ടും. ഓക്കെ. ധൃതരാഷ്ട്ര ഭഗവാൻ കൃഷ്ണനോട് ചോദിച്ചു, ഹലോ കൃഷ്ണ, എൻ്റെ എല്ലാ മക്കളും യുദ്ധത്തിൽ മരിച്ചു പോകും. ഞാൻ എന്ത് അപരാധമാണ് ചെയ്തത്? എന്ത് കുറ്റമാണ്? ഇത്രയും വലിയ കുറ്റം ഞാൻ എന്താണ് ചെയ്തത് എൻ്റെ എല്ലാ മക്കളും വധിക്കപ്പെടാൻ? അപ്പോ ധൃതരാഷ്ട്രനോട് കൃഷ്ണൻ പറഞ്ഞത്, 50 ജന്മം മുമ്പേ അങ്ങ് ഒരു നായാട്ടുകാരനായിരുന്നു. 100 കുട്ടികളെ നശിപ്പിച്ചു, അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ 100 മുട്ടകളെ നശിപ്പിച്ചു, അതായത് 100 കുട്ടികളെ നശിപ്പിച്ചതിന് തുല്യമാണ്. അപ്പൊ അതിന്റെ കർമ്മഫലമാണ് ഇപ്പൊ നിങ്ങൾ അനുഭവിച്ചത്. അപ്പൊ ചോദിച്ചു, ഈ 50 ജന്മം കഴിഞ്ഞിട്ടാണോ എനിക്കത് അനുഭവിക്കേണ്ടി വന്നത്? അപ്പൊ അത് പറഞ്ഞു, 50 ജന്മം കഴിഞ്ഞിട്ടാണ് അതിന്റെ സുഹൃതി കിട്ടിയത് കൊണ്ടാണ് 100 കുട്ടികൾ നിങ്ങൾക്ക് ഉണ്ടായത്. അപ്പൊ 50 ജന്മം എടുത്തു ആ സുഹൃതി 100 കുട്ടികളെ കിട്ടാനുള്ള. അപ്പൊ ഇപ്പോഴാണത് ഫലവത്തായത്, ഫ്രക്ടിഫൈ ആയത്. അപ്പോ 100 കുട്ടികളെ കിട്ടിയപ്പോൾ നിങ്ങളുടെ ആ കടം, അതായത് ആ കർമ്മഫലം ഇപ്പൊ അവിടെ ഫ്രക്ടിഫൈ ആയി. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഏത് ജന്മത്തിലെ കർമ്മഫലമാണ് നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്നത് പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയാം, ഒരു വിത്ത് വാങ്ങിയാൽ അത് കുറച്ച് ദിവസങ്ങളെ കൊണ്ട് അത് ഫലം തരാം. ചിലപ്പോൾ അതിന്റെ ഫ്രൂട്ട്സ് കിട്ടുന്നത് ആഴ്ചകളായിരിക്കാം, മാസങ്ങളായിരിക്കാം, വർഷങ്ങളായിരിക്കാം. അതേപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മഫലം അതേപോലെ. നമ്മൾ ഒരു എക്സാമ്പിൾ പറയാറുണ്ട്. ഒരു കുട്ടി അറിവില്ലാതെ ഒരു വിരല് തീയിൽ കാണിക്കുകയാണെങ്കിൽ തീ പറയില്ല ഇത് കുട്ടിയാണ്, നിഷ്കളങ്കനാണ്, ഞാൻ അതിനെ ബേൺ ചെയ്യില്ല എന്ന്, അല്ലേ? ഉടനെ തന്നെ കൈ പൊള്ളും. അത് നാളെ ഞാൻ കൈ പൊള്ളിക്കാന്ന് പറയില്ല. അപ്പോ ചിലതിൻ്റെ ഇമ്മീഡിയറ്റ് റിസൾട്ടാണ്. ചില ആൾക്കാർ മോഷണം ചെയ്യും, പിടിക്കപ്പെടില്ല, ഒരു മാസം കഴിഞ്ഞിട്ടായും പിടിക്കാം, ചിലപ്പോൾ ഒരു കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം, അപ്പോഴും അവരെ ശിക്ഷിക്കപ്പെടും. അതേപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും അതിൻ്റെ റിസൾട്ട് നല്ലതാണെങ്കിലും ശരി, ചീത്തയാണെങ്കിൽ അതിൻ്റെതായ സമയത്ത് മാത്രമേ അത് ഫ്രക്ടിഫൈ ആവുള്ളൂ. സോ അതാണ് ഇവിടെ പറയുന്നത്, ഇഫ് ഡെത്ത് ഈസ് കംപ്ലീറ്റ് ഫോർഗെറ്റ്ഫുൾനെസ്, വൈ ഷുഡ് എ പേഴ്സൺ ബി പണിഷ്ഡ് ഫോർ ദ പാസ്റ്റ് മിസ്ഡീഡ്സ്? അതാണ് ഇവിടെ ചോദ്യം. The conception of the Paramatma is an invincible answer to these fallacious arguments. Paramatma is the witness of the past activities of individual living. അപ്പോൾ പരമാത്മാവ് ഇവിടെ വിറ്റ്നസ് ആയിട്ട് നമ്മുടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, അല്ലേ? ഉപദ്രഷ്ട അനുമന്ത. ഉപദ്രഷ്ട എന്ന് പറഞ്ഞാൽ വിറ്റ്നസ് ആണ്. പരമാത്മാവ് എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. പരമാത്മാവ് മാത്രമല്ല, നമ്മുടെ വേദങ്ങളിൽ പറയുന്നത് 10-13 പേര് സാക്ഷ്യം വഹിക്കുന്നുണ്ടെന്ന് പറയും. ചന്ദ്രൻ, സൂര്യൻ, ഡയറക്ഷൻസ്, അഗ്നി, യമരാജാവ്, പരമാത്മാവ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിന് സാക്ഷ്യം വയ്ക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ആരാണ്? പരമാത്മാവ്. പരമാത്മാവിൻ്റെ അടുത്ത് നമ്മളുടെ എല്ലാവരുടെയും ഫുൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മൾ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു, എന്തെല്ലാം ചീത്ത കാര്യങ്ങൾ ചെയ്തു, എല്ലാം ആ അക്കൗണ്ടുണ്ട്. അതിൻ്റെ അനുസരിച്ചിട്ടാണ് നമുക്ക് കർമ്മഫലം തരുന്നത്. So a man may not remember what he has done in his childhood, but his father, who has seen him grow through different stages of development, certainly remembers. നമുക്കറിയാം കുട്ടിക്കാലത്തെ കാര്യങ്ങൾ, 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സുള്ള സമയത്ത് നമ്മൾ എന്തെല്ലാം ചെയ്തു നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയും അത് ഓർമ്മിപ്പിക്കും. ആ കുട്ടിക്കാലത്ത് 2 വയസ്സായുള്ള സമയത്ത് നീ ഇത് ചെയ്തു, അത് ചെയ്തു, അങ്ങനെ നമുക്ക് ഓർമ്മ വരുന്നത്. അല്ലെങ്കിൽ നമുക്കറിയില്ല. നമുക്ക് എവിടെ ഓർമ്മ? നമ്മളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സോ നമുക്കത് റിമൈൻഡ് ചെയ്യുന്നു. നമുക്ക് ഓർമ്മ വെക്കാത്ത സമയത്തുള്ള പല കാര്യങ്ങളും, പല കുസൃതികളും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ആരാണ്? ഫാദർ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ്. സോ ഹു ഹാസ് സീൻ ഹിം ഗ്രോ ത്രൂ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് certainly remembers.
Similarly, the living being undergoes many changes of body through many lives. അപ്പൊ അതേപോലെ ജീവാത്മാവ് പല ശരീരങ്ങളും ധരിച്ചു. ഓക്കെ, പല പല യോനികളിൽ കൂടി സഞ്ചരിച്ച് പല ശരീരങ്ങളും ധരിച്ച് പല കർമ്മങ്ങളും ചെയ്ത് അതിൻ്റെ റിസൾട്ട് പല പല ജന്മങ്ങളിലായിട്ട് അനുഭവിക്കേണ്ടി വരും. So, but the super soul is always with him and remembers all his activities despite his evolution through different bodies. ഈ പരമാത്മാവ് എപ്പോഴും ജീവാത്മാവിന്റെ കൂടെ ഉണ്ട്, കോ എക്സിസ്റ്റിംഗ് ഓൾവേസ്, ആസ് ലോങ് ആസ് വി ആർ ഇൻ ദിസ് മെറ്റീരിയൽ. പരമാത്മാവിന്റെ റോള് സ്പിരിച്വൽ വേൾഡിലില്ല, ആധ്യാത്മിക ലോകത്തില്ല. പരമാത്മാവ് ഈ ഭൗതിക ലോകത്തിൽ മാത്രമേ ഉള്ളൂ. എത്രത്തോളം കാലം നമ്മൾ ഈ ഭൗതിക ലോകത്തുണ്ട്, എത്രത്തോളം കാലം നമ്മൾ വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും കൊണ്ടിരിക്കുന്നു, ആ സമയത്തൊക്കെ നമ്മുടെ കൂടെ സ്ഥൂല ശരീരം ഇട്ടാലും ശരി സൂക്ഷ്മ ശരീരത്തിന്റെ കൂടെ പരമാത്മാവും വരുന്നുണ്ട്. അപ്പൊ ഏത് ജന്മത്തിൽ എന്തെല്ലാം ചെയ്തു എന്നുള്ള അതിന്റെ കണക്ക് കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ് പരമാത്മാവിന്റെ കയ്യിലുണ്ട്. So, but the super soul is always with him and remembers all his activities despite his evolution through different bodies. നമുക്ക് എത്ര വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ കിട്ടിയാലും ശരി, നമ്മൾ ഓരോ ശരീരത്തിലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു ഇതിനെല്ലാം കണക്ക് ഭഗവാൻ അറിയാം. നമ്മൾ മറക്കാം, നമ്മൾ ദേഹം വിട്ട ഉടനെ നമ്മളെല്ലാം മറക്കും, പക്ഷെ ഭഗവാന് കണക്കുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ശരീരം കിട്ടും, വാസനകളും അതിനനുസരിച്ചായിരിക്കും, അതേപോലെ നമ്മളുടെ അനുഭവങ്ങളും നമ്മളുടെ പറയില്ല വിധി, ഡെസ്റ്റിനി, അതെല്ലാം ഇതിനെ ആസ്പദമായിരിക്കും. ടെക്സ്റ്റ് 20. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹം ഇദം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹം ഇദം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അഥവാ ബഹൂനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ണുഭ്യാഹം ഇദം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. ഹരേ കൃഷ്ണ. ഒരാളുകൂടി. ഹരേ കൃഷ്ണ. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന ഇഷ്ടാഭ്യാഹം ഇദം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. വിവർത്തനം. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, അല്ലെങ്കിൽ അർജുന, ഇനിയും വിശദമായി ഇതെല്ലാം അറിഞ്ഞിട്ടെന്തു വേണം? എന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഈ മഹാപ്രപഞ്ചത്തിൽ വ്യാപിച്ച് അതിനെ നിലനിർത്തുന്നത്. ഹരേ കൃഷ്ണ. The personality of God is Sri Krishna said, "What more shall I say to you? I live throughout this cosmic manifestation." I live throughout this cosmic manifestation merely by my single plenary portion. Okay? Ekamshena sthido jagat. ഈ കോസ്മിക്, അത് ഈ പ്രപഞ്ചം, ഭൗതിക പ്രപഞ്ചം മുഴുവനെ എൻ്റെ ജസ്റ്റ് എ ഫ്രാഗ്മെന്റൽ പാർട്ട് മാത്രമാണ്. അതിലാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. എന്തിനാണ് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത്? ഇതൊന്നും എവിടെ എത്തില്ല. നമ്മുടെ ഒരു സമുദ്രത്തിൽ പോലെ അതിലത്തെ ഓരോ ഡ്രോപ്സ് ഓഫ് വാട്ടർ നമ്മൾ കണക്കെടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഒരു മണൽ തീരത്ത് ബീച്ചിൽ പോയിട്ട് മണൽ തരികൾ എണ്ണയിട്ട് തിട്ടപ്പെടുത്താൻ പറ്റൂ? പറ്റില്ല. അതേപോലെയാണ് ഭഗവാന്റെ ആ പൊട്ടൻസീസ്, ഭഗവാന്റെ എനർജി, ഭഗവാന്റെ ശക്തി, ഇതൊന്നും ഭഗവാന്റെ ലീലകൾ, ഇതൊന്നും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ചോദിക്കുക, എന്തിനാ ഇതിന്റെ ആവശ്യം? വാട്ട് മോർ ഷാൽ ഐ സേ ടു യു? I live throughout this cosmic manifestation merely by my single plenary portion. Ekamshena sthido jagat. So, describing his own potencies to Arjuna, the personality of Godhead, Sri Krishna spoke this verse of the Bhagavad Gita 10.42. Text 21. Tamimamaham ajam ശരീരഭാജാം ഹൃദിർദിദിഷ്ഠിതമാത്മ കൽപിതാനാം പ്രതിദൃശമിവ നൈകധാത്മേകം
സമധിഗതോസ്മി വിദൂതഭേദമോഹാ തമിമമഹം അജം ശരീരഭാജാം ഹൃദി ഹൃദി ദിഷ്ടിതമാത്മകൽപിതാനാം പ്രതിദൃശമിവ നൈകദാർക്കമേകം സമധിഗതോസ്മി വിദൂതഭേദമോഹാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തമേമഹമജം ശരീരഭാജാം ഹൃദി ഹൃദി ദിഷ്ടിതമാത്മകൽപിതാനാം പ്രതിദൃശമിവ നൈകദാർക്കമേകം സമധിഗതോസ്മി വിദൂതഭേദ മോഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. തമിമഹമജം ശരീരഭാജാം ഹൃദി ഹൃദി ദിഷ്ടിതവാത്മകൽപിതാനാം പ്രതിദൃശമിവ നൈകദാർക്കമേകം സമധിഗതോസ്മി വിദൂതഭേദമോഹ. വിവർത്തനം. ഭീഷ്മ പിതാമഹൻ പറഞ്ഞു, ഏകനായ സൂര്യനെ വ്യത്യസ്തരായ ദൃഷ്ടാക്കൾ വ്യത്യസ്തമായി ദർശിക്കുന്നത് പോലെ അജനായ അങ്ങും ദേഹികളിൽ പരമാത്മാവിന്റെ വ്യത്യസ്ത പ്രാതിനിധ്യമായി കാണപ്പെടുന്നു. എന്നാൽ ഒരു ദ്രഷ്ടാവ് അങ്ങയുടെ ദാസനാണ് അവനെന്ന് സ്വയം അറിയുമ്പോൾ പിന്നീട് ഒരിക്കലും അത്തരം ദ്വൈതഭാവം പുലർത്തുകയില്ല. അപ്രകാരം പരമാത്മാവ് അങ്ങയുടെ ഒരു സമഗ്ര ഭാഗം മാത്രമാണെന്ന് നന്നായി അറിഞ്ഞ് എനിക്കിപ്പോൾ അങ്ങയുടെ ശാശ്വത രൂപങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. Hare Bol. Grandfather Bhishma said, as the one sun appears differently situated to different seers, so also do you, the unborn, appear differently represented as the Paramatma in every living being. But when a seer knows himself to be one of your own servitors, no longer does he maintain such duality. Thus, I am now able to comprehend your eternal forms, knowing well the Paramatma to be only your plenary portion. ഇത് ഭീഷ്മസ്തുതിയിലത്തെയാണ്. ഭീഷ്മ പിതാമഹൻ ഭഗവാൻ കൃഷ്ണനെ സ്തുതിക്കുകയാണ്. ഓക്കെ, ഭഗവാൻ കൃഷ്ണനും പഞ്ചപാണ്ഡവന്മാരും ഭീഷ്മ പിതാവിനെ കാണാൻ പോയപ്പോ അപ്പോഴാണ് ഭീഷ്മസ്തുതി. അപ്പോൾ ഭഗവാനെ സ്തുതിക്കുകയാണ്. എന്താണ് പറയുന്നത്? ആസ് ദ one sun appears differently situated to different seers. ഒരേ ഒരു സൺ, ഒരേ ഒരു സൂര്യഭഗവാനുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള സ്ഥലത്ത് വ്യത്യസ്തമായിട്ട് ആൾക്കാർക്ക് വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിൽ മോർണിംഗ് സൺ, നൂൺ സൺ, ആഫ്റ്റർനൂൺ സൺ, ഈവനിങ് സൺ, അല്ലേ? അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർക്ക് വ്യത്യസ്ത സ്ഥലത്ത് നമുക്ക് വ്യത്യസ്ത രീതിയിൽ കാണുന്നു. അതേപോലെ തന്നെ സോ ഓൾസോ ഡു യു ദ അൺബോൺ അപ്പിയർ ഡിഫറെന്റ്ലി റെപ്രസെന്റഡ് ആസ് പരമാത്മ ഇൻ ഇവരി. അതേപോലെ തന്നെ അജനായിട്ടുള്ള അൺബോൺ ആയിട്ടുള്ള അങ്ങ് വ്യത്യസ്തമായിട്ട് പരമാത്മാവിന്റെ രൂപത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും കൂടെ കാണുന്നു. അപ്പോ ആ പരമാത്മാവും ഭഗവാനും വ്യത്യസ്തമല്ല, അതൊരു പാർഷ്യൽ റിപ്രസെന്റേഷൻ ആണെന്ന് ഭീഷ്മ പിതാമന് മനസ്സിലായി. ബട്ട് വെൻ എ സീയർ നോസ് ഹിംസെൽഫ് ടു ബി വൺ ഓഫ് യുവർ ഓൺ സർവിറ്റേഴ്സ്, നോ ലോങ്ങർ ഡസ് ഹി മെയിൻറ്റെയിൻ സച്ച് ഡുവാലിറ്റി. ദ്വന്ദ്ം, അതായത് ഇത് സെപ്പറേറ്റ് ആണ്. പരമാത്മാവ് വേറെയാണ്, അതേപോലെ ഭഗവാൻ കൃഷ്ണൻ വേറെയാണ്. ആ ഒരു ദ്വന്ദ്വത്തിൽ നിന്ന് അവര് മുകളിലേക്ക് കിടക്കുന്നു. Thus I am now able to comprehend your eternal forms, knowing well the Paramatma to be only your plenary portion. എന്താണ് പരമാത്മാവ് ഭഗവാൻ കൃഷ്ണന്റെ ഒരു പ്ലനറി പോർഷൻ ആണെന്നുള്ള ആ തത്വം ഭീഷ്മ പിതാമൻ ഇവിടെ അടിവരയിട്ട് പറയാണ്. അപ്പൊ ആ ഡുവാലിറ്റിയിൽ നിന്ന് നമ്മൾ പുറത്ത് കടന്നു എന്നർത്ഥം. സോ this verse from Srimad Bhagavatam 1.9.42 was spoken by Bhishma Deva, the grandfather of the Kurus, when he was lying on a bed of arrows at the last stage of his life. Arjuna, Krishna, and numberless friends, admirers, relatives, and sages had gathered on the scene as Maharaja Yudhishthira took moral and religious instruction from the dying Bhishma. Just as the final moment arrived for him, Bhishma spoke this verse while looking at Lord Sri Krishna. അപ്പോൾ ഭഗവാൻ കൃഷ്ണന്റെ ആദേശപ്രകാരം ഭീഷ്മ പിതാമൻ യുധിഷ്ഠിര മഹാരാജാവിന് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ദേഹം വെടിയുന്നതിന് മുമ്പേ ഈ സ്തുതി പാടുകയാണ്, ഭീഷ്മസ്തുതി.
ഭഗവാനെ സ്തുതിച്ചിട്ടുള്ളത്. Just as one is the object, just as one sun is the object of vision of many different persons, so the one partial representation of Lord Krishna who lives in the heart of every living entity as the Paramatma is a variously perceived object. One who comes intimately in touch with the Lord Krishna by engaging in his eternal service sees the super soul as a localized partial representative of Supreme Personality of God. Bhishma knew the super soul to be a partial expansion of Lord Krishna, whom he understood to be supreme, unborn, transcendent form. നമുക്ക് അറിയുന്ന പോലെ പരമാത്മ, നമുക്ക് പരമാത്മ 3 കാറ്റഗറിയിലുള്ള പരമാത്മ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്, ആരൊക്കെയാണ് 3 തരത്തിലുള്ള 3 കാറ്റഗറിയിലുള്ള പരമാത്മാവ്? ബ്രഹ്മൻ അതാണോ പ്രഭു? അല്ല 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 പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ. അല്ല 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 അതല്ല ഞാൻ പറഞ്ഞത്. 3 കാറ്റഗറിയിലുള്ള പരമാത്മ. ഭഗവാന്റെ എക്സ്പാൻഷൻസ് ക്ഷീരോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, കാരണോദകശായി വിഷ്ണു. ഓക്കെ, ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും? പുരുഷാവതാരങ്ങളാണോ? പുരുഷാവതാരങ്ങൾ. ഇപ്പോ മഹാവിഷ്ണു അല്ലെങ്കിൽ കാരണോദകശായ വിഷ്ണു, കാരണോദകശായ വിഷ്ണു എത്ര പേരുണ്ട്? ഒറ്റയാള്. അപ്പോ എല്ലാ യൂണിവേഴ്സസിനും കൂടിയിട്ട് ഒരു പരമാത്മ മഹാവിഷ്ണു അല്ലെങ്കിൽ കാരണോദകശായ എല്ലാ, അതായത് അനന്ത ബ്രഹ്മാണ്ടങ്ങളാണ് വിഷ്ണുവിന്റെ മഹാവിഷ്ണുവിന്റെ രോമകൂപങ്ങളിൽ നിന്ന് വരുന്നല്ലേ. അപ്പോ ആ എല്ലാ ബ്രഹ്മാണ്ടങ്ങളും കൂടിയിട്ട് ഒറ്റ പരമാത്മ മഹാവിഷ്ണു. വിഷ്ണു അല്ലേ പ്രഭുജി? എന്താ പറഞ്ഞ? പരമാത്മാവ് ക്ഷീരോദാശായ വിഷ്ണു അല്ലേ? ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. അപ്പൊ എല്ലാ ബ്രഹ്മാണ്ടങ്ങളുടെയും പരമാത്മാവ് മഹാവിഷ്ണു. എല്ലാ ബ്രഹ്മാണ്ടങ്ങളുടെയാ പറയുന്നത്, ഒരു ബ്രഹ്മാണ്ടല്ല. നമ്മളൊരു ബ്രഹ്മാണ്ടത്തിൽ ജീവിക്കുന്നു. അങ്ങനെ അനേകം ബ്രഹ്മാണ്ടങ്ങളുടെ മഹാവിഷ്ണുവിന്റെ രോമകൂപത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അതിൻ്റെതായിട്ടുള്ള എല്ലാ ബ്രഹ്മാണ്ടയും പരമാത്മാവാണ്. ആര്? മഹാവിഷ്ണു അല്ലെങ്കിൽ പിന്നെ ഓരോ യൂണിവേഴ്സിലും ആ മഹാവിഷ്ണു എക്സ്പാൻഷൻ ചെയ്തിട്ട് ഗർഭോസായ വിഷ്ണു ആയിട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പെർട്ടിക്കുലർ ബ്രഹ്മാണ്ടത്തിന്റെ പരമാത്മാവാണ് ആ പെർട്ടിക്കുലർ അപ്പൊ ഗർഭോസായ വിഷ്ണു ഒന്നല്ല, എത്ര ബ്രഹ്മാണ്ടങ്ങളിലും അത്രയും ഗർഭോസായ വിഷ്ണു ഉണ്ടാവും. മഹാവിഷ്ണു ഒന്നേ ഉള്ളൂ. ഗർഭോസായ വിഷ്ണു എത്ര ബ്രഹ്മാണ്ടങ്ങളിലും അത്രയും ഗർഭോസായ. അപ്പൊ ഓരോ ബ്രഹ്മാണ്ടത്തിന്റെയും പരമാത്മാവാണ് ഗർഭോസായ വിഷ്ണു. പിന്നെ ആ ഓരോ ബ്രഹ്മാണ്ടത്തിലെയും ഉള്ളിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ഓക്കെ, ആ ഒരുപാട് ആറ്റംസ് ഉണ്ട്. അതിലെല്ലാം ആ ഗർഭോസായ വിഷ്ണുവിന്റെ എക്സ്പാൻഷൻ ആയിട്ടുള്ള ക്ഷീരോസായ വിഷ്ണുവിന്റെ എക്സ്പാൻഷൻ പരമാത്മാ രൂപത്തിൽ എല്ലാവരുടെയും ഉണ്ട്. അപ്പോ അനേകം ക്ഷീരോസായ വിഷ്ണു പരമാത്മാവായിട്ട് എല്ലാ ജീവജാലങ്ങളിലും എല്ലാ ആറ്റമിലും സന്നിവസിക്കുന്നുണ്ട്. അപ്പൊ 3 തരത്തിലുള്ള പരമാത്മ. ഒന്ന് മഹാവിഷ്ണുവിന്റെ എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലും, പിന്നെ അത് ഒന്നേ ഉള്ളൂ. പിന്നെ ഗർഭോസായ വിഷ്ണു എല്ലാ യൂണിവേഴ്സിലും ഓരോരുത്തരുണ്ട്. അതേപോലെ ക്ഷീരോസായ വിഷ്ണു എക്സ്പാൻഷൻ ചെയ്തിട്ട് പരമാത്മ എല്ലാ ജീവജാലങ്ങളിലും എല്ലാ ആറ്റംസിലും. ക്ലിയർ ആയോ? ഒന്നുകൂടിയും പറയോ പ്രഭു? എന്താ പറഞ്ഞ? ക്ഷീരോദകശായി ക്ഷീരോസായ വിഷ്ണു എക്സ്പാൻഡ് ചെയ്തിട്ട് പരമാത്മാവ് രൂപത്തിലെ എല്ലാ ജീവജാലങ്ങളിലും അതേപോലെ എല്ലാ ആറ്റംസിലും ഉണ്ട്. അപ്പോൾ ജീവജാലങ്ങൾ പറഞ്ഞാൽ കോൺഷ്യസ് ബീയിങ്സ് ആണ്. മറ്റത് ജഡവസ്തുവാണ്. ഈവൻ ജഡവസ്തുവിലുണ്ട്. ഓരോ ആറ്റമിലും പരമാത്മാവുണ്ട്. ജീവനുള്ള ജീവൻ ഉണ്ടാവണ്ടേ? എന്താ പറഞ്ഞ? പരമാത്മാവ് ഉണ്ടെങ്കിൽ ജീവൻ ഉണ്ടാവണ്ടേ പ്രഭു? ഇല്ല, നിർബന്ധമില്ല. ഇപ്പൊ നമ്മൾ ഓരോ ആറ്റമിലും പരമാത്മാവുണ്ട്. അവിടെ ജീവനില്ലല്ലോ. ഇപ്പൊ ജഡവസ്തുവാണ്. ഒരു കല്ലില് ഓരോ ആറ്റമിലും അവിടെ പരമാത്മാവുണ്ട്. ഗോഡ് പാർട്ടിക്കിൾ അതല്ലേ? ഓരോ കണത്തിലും ഭഗവാന്റെ പ്രസൻസ്, പരമാത്മാവിന്റെ പ്രസൻസ് ഉണ്ട്. ജീവനുള്ള ആ ചരാചരങ്ങളിൽ മാത്രമല്ല ജഡവസ്തുക്കളിലും ഉണ്ട്. ജഡവസ്തുക്കളിൽ ഓരോ ആറ്റമിലും പരമാത്മാവുണ്ട്.
ക്ലിയർ ആയി മതി? അതറിയില്ലായിരുന്നു പ്രഭുജി. ഞാനൊത്ത പരമാത്മാവ് വന്നു കഴിയുമ്പോൾ ജീവൻ ഉണ്ടാവും എന്നായിരുന്നു ഇല്ല വിചാരിച്ചത്. ഇല്ല ഇല്ല ഇല്ല. ആത്മാവിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ജീവനാണല്ലോ, കോൺഷ്യസ്നെസ് ആണല്ലോ. അത് തീർച്ചയായിട്ടും നമ്മളുടെ ഹൃദയത്തില് പരമാത്മാവ് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു: ഉപദൃഷ്ട അനുമന്ത. മറ്റതൊന്നും ചെയ്യുന്നില്ല, കാരണം വെച്ചാൽ അവിടെ ജീവനില്ല. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഓരോ ആറ്റമിലും ഉണ്ട് അത്, ഭഗവാന്റെ പ്രസൻസ്. ഓക്കെ. ഓരോ ആറ്റമിലുണ്ട്, ഓരോ കണങ്ങളിലുണ്ട് ഭഗവാന്റെ പ്രസൻസ്. ഓക്കെ. അതിപ്പോ ഈ ഇതിൽ തന്നെ ഉണ്ടായിരിക്കും ചിലപ്പോ, ഈ പർപ്പോട്ടിലുണ്ട്, അടുത്ത പർപ്പോട്ടിലുണ്ടായിരിക്കും ചിലപ്പോ, വായിക്കുമ്പോൾ അറിയാം. Just as the one sun is the object of vision of many different persons, so the one partial representation of Lord Krishna, who lives in the heart of every living entity as the Paramatma, is a variously perceived object. One who comes intimately in touch with Lord Krishna by engaging in his eternal service sees the Super Soul as a localized partial representation of the Supreme Personality of Godhead. Bhishma knew the Super Soul to be a partial expansion of Lord Krishna, whom he understood to be the supreme unborn transcendental form. Text 22. Seda Govinda Saksha Chaitanya Goshani Jivan Nistari De Aiche Dayalu Aranai. Seda Govinda Saksha Chaitanya Goshani Jivan Nistari De Aiche Dayalu Aranai. Hare Krishna. ഹരേ കൃഷ്ണ. സീതാ ഗോവിന്ദ സാക്ഷേ ചൈതന്യ ഗോസാനി ജീവ നിസ്തരതേ അജയ് ദയാലു ആര അനായ്. ഹരേ കൃഷ്ണ. Hare Krishna. ഹരേ കൃഷ്ണ. സീത ഗോവിന്ദ സാക്ഷാത് ചൈതന്യ ഗോസാനി ജീവ നിസ്തരിതേ ഐച്ഛേ ദയാലു ആരനായി. വിവർത്തനം ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശിലപ്രഭുപാദ് കി ജയ്. ആ ഗോവിന്ദൻ സ്വയം ചൈതന്യ ഗോസ്വാമിയായി പ്രത്യക്ഷപ്പെടുന്നു. പതിതാത്മാക്കളെ മോചിപ്പിക്കുന്നതിൽ ഇത്രയും കാരുണ്യവാനായ മറ്റാരുമില്ല. ഹരേ കൃഷ്ണ. ശിലപ്രഭുപാദ്. That Govinda personally appears as Chaitanya Goshani. No other Lord is as merciful in delivering the function. അപ്പൊ അതേ ഗോവിന്ദൻ, അതേ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ കലിയുഗത്തിലെ പേഴ്സണലി ചൈതന്യ ഗോശാനി, ചൈതന്യ മഹാപ്രഭുവായിട്ട് ഇവിടെ അവതരിക്കുന്നു. അപ്പൊ ഈ ചൈതന്യ മഹാപ്രഭുവിനെ പോലെ ഒരു അവതാരങ്ങളും, മെർസിഫുൾ ആയിട്ടുള്ള ഒരു അവതാരങ്ങളും ഇവിടെ ഇല്ല, വന്നിട്ടില്ല എന്ന് പറഞ്ഞു. So merciful. No other Lord is as merciful in delivering the fallen souls. Having described Govinda in terms of his Brahman and Paramatma features, now the author of Sri Chaitanya Charitamrita advances his argument to prove that Lord Sri Chaitanya Mahaprabhu is the identical personality. അപ്പോ ഗോവിന്ദ അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണനെ ബ്രഹ്മനും പരമാത്മാവായിട്ടും ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തു. അതേ അതുകൊണ്ട് ഇപ്പോ ചൈതന്യ ചരിതാമൃതത്തിലെ ഓഥർ ആരാണ്? കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. എന്താണ് പറയുന്നത്? അതേ ഗോവിന്ദൻ തന്നെയാണ് കലിയുഗത്തില് ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നിരിക്കുന്നത്. ഈസ് ഐഡന്റിക്കൽ പേഴ്സണാലിറ്റി, ഈസ് ദ സെയിം പേഴ്സണാലിറ്റി, ഇറ്റ്സ് നോട്ട് എ ഡിഫറെന്റ് പേഴ്സണാലിറ്റി. The same Lord Sri Krishna, in the garb of a devotee of Sri Krishna, descended to this mortal world to reclaim the fallen human beings who had misunderstood the personality of God, even after the explanation of the Bhagavad Gita. എന്തിനാണ് ചൈതന്യ മഹാപ്രഭു ഇവിടെ സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ഭക്തരൂപത്തില്, ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തിൽ ഇവിടെ വന്നത്? ഭഗവാൻ ഭഗവത്ഗീതയിലെ ഇത്രയെല്ലാം സിദ്ധാന്തങ്ങളും ഇത്രയെല്ലാം കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഭഗവാനെ പറ്റിയിട്ടും ഭഗവാന്റെ ലീലകളെ പറ്റിയിട്ടും ഭഗവാന്റെ അവതാരത്തെ പറ്റിയിട്ടും ഭഗവാന്റെ ഭക്തന്മാരെ പറ്റിയിട്ടും ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഒന്നും കൂടി ഒരു ചാൻസ് കൂടി കൊടുക്കുകയാണ്, ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഭഗവത്ഗീതയെ ആ നിർദ്ദേശങ്ങൾ. ഈവൺ ആഫ്റ്റർ ദ എക്സ്പ്ലനേഷൻ ഓഫ് ദ ഭഗവത്ഗീത പല ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. So in the Bhagavad Gita, personality of God Sri Krishna directly instructed that the Supreme is a person, that the impersonal Brahman is glowing effulgence and the Paramatma is partial representation. വളരെ ക്ലിയർ ആയിട്ട് ഭഗവത്ഗീതയില് ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്. അതായത് എന്താണ് ബ്രഹ്മൻ, എന്താണ് പരമാത്മ, എന്താണ് ഭഗവാൻ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് എങ്കിലും പല ആൾക്കാർക്കും അത് മനസ്സിലായിട്ടില്ല. All men were
Therefore, advised to follow the path of Krishna, leaving aside all mundane isms. Sarvadharman parityajya mam ekam sharanam raja aham tvam sarva papebhyo mokshayishyami ma sucha. Okay, അതായത് ഭഗവാൻ കൃഷ്ണൻ എന്താണ് നിർദ്ദേശിച്ചിരിക്കുന്നത്, ആ പാതയിലൂടെ ആ കാൽപാദങ്ങൾ പിന്തുടരാൻ പറയുന്നത്. ലിവിങ് അസൈഡ് ഓൾ മുണ്ടൈനിസം, ഒരുപാട് ഇസംസ് ഉണ്ട് അല്ലെ, അതെല്ലാം നമ്മൾ വിടണം എന്നാണ്. അൾട്ടിമേറ്റ്ലി എല്ലാം ഭഗവാൻ സമർപ്പിച്ച ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ ചെയ്യണം. Offenders misunderstood this instruction, however, because of their poor fund of knowledge. അപ്പൊ ഈ ഇൻസ്ട്രക്ഷനെ, അതായത് അപരാധികളായിട്ടുള്ള ആൾക്കാര് അതിനെ തെറ്റിദ്ധരിച്ചു. അപ്പൊ അതിനെ ഒന്നും കൂടി ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവം ഈ കലിയുഗത്തിൽ. Thus, by his causeless unlimited mercy, Shri Krishna came again as Sri Chaitanya Goswami. ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട്, ഭഗവാന്റെ അനുകമ്പ കാരണമാണ് വീണ്ടും ശ്രീകൃഷ്ണ ഭഗവാൻ ചൈതന്യ ഗോസ്വാമിയായിട്ട് ഇവിടെ കലിയുഗത്തിൽ അവതരിച്ച് നമുക്ക് ഒന്നും കൂടി വിശദമായിട്ട് പറഞ്ഞു തരാൻ വന്നിരിക്കുന്നത്. വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട്. ഭഗവത്ഗീതയിലത്തെ ആ സിദ്ധാന്തങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രാക്ടിക്കൽ ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു ഇവിടെ വന്നിരിക്കുന്നത്, പ്രാക്ടിക്കലായിട്ട്. മറ്റേന്താണ്, വെറും ഫിലോസഫി മാത്രമേ ഉള്ളൂ. പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോടെ ചൈതന്യ മഹാപ്രഭു സ്വയം ജീവിച്ച് കാണിക്കുകയാണ് എങ്ങനെ ഒരു ഭക്തൻ ജീവിക്കണം, എങ്ങനെ ഒരു ഭക്തൻ തിരിച്ച് ഭഗവത് ധാമില് എങ്ങനെ പോകണം എന്നുള്ളത് പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു വന്നിരിക്കുന്നത്. The author of Sri Chaitanya Charitamrita most emphatically stresses that Lord Chaitanya Mahaprabhu is Sri Krishna himself. Okay? അപ്പൊ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വളരെ സ്ട്രെസ് ചെയ്തിട്ട് പറയാം, എംഫസൈസ് ചെയ്യാണ്, ചൈതന്യ മഹാപ്രഭു ഈസ് ശ്രീ കൃഷ്ണ ഹിംസെൽഫ്. ഓക്കെ, എന്താ പറയുന്നത്, ശ്രീകൃഷ്ണ ചൈതന്യ നാഹി കൃഷ്ണ അന്യ എന്താണ് ശ്ലോകം? He is not an expansion of the Prakasha or Vilasa forms of Sri Krishna. അപ്പോ പ്രകാശ ഫോമോ അല്ലെങ്കിൽ വിലാസ ഫോമോ അല്ല ഭഗവാന്റെ, സ്വയം രൂപ, സ്വയം ഭഗവാനാണ് ഗോവിന്ദ. ശ്രീകൃഷ്ണ ചൈതന്യ രാധാകൃഷ്ണ നെഹി അന്യ, ശ്രീകൃഷ്ണ ചൈതന്യ രാധാകൃഷ്ണ നെഹി അന്യ എന്ന് പറയുന്നത്. അതായത് സെയിം രാധാകൃഷ്ണൻ തന്നെയാണ് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു, സ്വയം രൂപ. അപ്പാർട്ട് ഫ്രം ദ റിലവന്റ് സ്ക്രിപ്ചറൽ എവിഡൻസ് ഫോർവേഡഡ് by Srila Krishnadas Kaviraj Goswami, there are innumerable other scriptural statements regarding Lord Chaitanya as being the Supreme Lord himself. Following examples may be cited from the Chaitanya Upanishad 5. Gaura Sarvatma Mahapurusho Mahatma Mahayogi Trigunate Gunatita Sattvarupo Bhaktim Loke Kachyati. Lord Gaura, who is the all-pervading super soul, Supreme Personality of Godhead, appears as the great saint and powerful mystic who is above the three modes of nature and is the emblem of transcendental activity. He disseminates the cult of devotion throughout the world. ചൈതന്യ മഹാപ്രഭുവിനെ പറ്റിയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ആണ് ചൈതന്യ ഉപനിഷത്തിൽ. ഇത് പാർട്ട് ഓഫ് അഥർവവേദയാണ്. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് ആരാണ്? ഈ ഗ്രന്ഥം ഭക്തിവിനോദ് ഠാക്കൂറിനാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹമാണ് അത് ഡിസ്കവർ ചെയ്തിട്ട് ഇത് നമുക്ക് തന്നിരിക്കുന്നത്. ചൈതന്യ ഉപനിഷത്തിൽ അതിൽ 19 ശ്ലോകങ്ങളുണ്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ഫ്യൂച്ചർ അപ്പിയറൻസിനെ പറ്റിയിട്ട്. അഥർവവേദത്തിലെ ഒരു സെക്ഷനിൽ നിന്ന് കിട്ടിയതാണ് ഈ 19. അത് ഭക്തിവിനോദ് ഠാക്കൂർ നമുക്ക് എത്തിച്ചു തന്നു. അപ്പോൾ അത് മാത്രമല്ല, ഒരുപാട് പുരാണങ്ങളുണ്ട്, ഭാഗവത്തിലുണ്ട്, പുരാണങ്ങളുണ്ട്, വായുപുരാണം, നരസിംഹ പുരാണം പറഞ്ഞില്ലേ, പത്മപുരാണം, അങ്ങനെ ഒരുപാട് പുരാണങ്ങളിലും ചൈതന്യ മഹാപ്രഭുവിന്റെ അപ്പിയറൻസിനെ പറ്റിയിട്ട്, ഫ്യൂച്ചർ അപ്പിയറൻസിനെ പറ്റിയിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. കാരണം ഇതെല്ലാം വ്യാസദേവൻ എഴുതിയപ്പോഴാണ് 5000 വർഷം മുമ്പേ. ചൈതന്യ മഹാപ്രഭു ഇവിടെ ആവിർഭാവം 520 years അല്ലെ. അപ്പൊ ഭവിഷ്യവാണിയാണ് പറഞ്ഞിരിക്കുന്നത്. കലിയുഗത്തില് ഭഗവാൻ കൃഷ്ണൻ ഭക്തരൂപത്തില്
ചൈതന്യം മഹാപ്രഭു എന്നുള്ള പേരില്, ശ്രീകൃഷ്ണ ചൈതന്യ എന്നുള്ള പേരില് അവതരിക്കും. അദ്ദേഹത്തിന്റെ എന്താണ് ഉദ്ദേശം? എന്തായിരിക്കും? അതായത് കലിയുഗത്തിലുള്ള നാമസങ്കീർത്തനം പ്രചരിപ്പിക്കുക, തിരിച്ച് എല്ലാവരെയും ഭഗവത്ധാമിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുക, അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ കൃഷ്ണപ്രേമം വളരെ ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഭഗവാൻ കൃഷ്ണൻ കണ്ടീഷൻസ് വെച്ചു. എന്താണ് ഭഗവത്ഗീതയിലെ കണ്ടീഷൻ വെച്ച്? സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ. അപ്പോൾ ആ കണ്ടീഷൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു അല്ലേ? പക്ഷെ ഇവിടെ ചൈതന്യ മഹാപ്രഭു ഒരു കണ്ടീഷനും വെച്ചില്ല. ചെന്നിട്ട് അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അത് പാത്ര ദേക്കേ എന്നാ ദേക്കേ, അതായത് യോഗ്യത ഉണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ടല്ല, എല്ലാവർക്കും കൃഷ്ണപ്രേമം വിതരണം ചെയ്യാണ് ചൈതന്യ മഹാപ്രഭു ഈ കലിയുഗത്തില് നമുക്ക് ചെയ്തു തന്നു. സോ who is the all-pervading from the Chaitanya Upanishad പറഞ്ഞു? Who is the all-pervading super soul, supreme personality of Godhead? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആരൊക്കെ മ്യൂട്ട് ചെയ്തിട്ടില്ല പ്രഭു? നല്ല ഡിസ്റ്റർബൻസ്. ഓക്കെ, ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഭക്തിവിനോദ് ഠാക്കൂറിന്റെ ഏത് ബുക്കിലാണ് ഇത് എഴുതിയാണെന്ന് പറഞ്ഞേ? ഭക്തിവിനോദ് ഠാക്കൂർ എഴുതിയതല്ല ഇത്. ചൈതന്യ അഥർവവേദത്തിലെ ഒരു ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രഡിക്ഷനാണ് ആവിർഭാവത്തിനെ പറ്റി ഫ്യൂച്ചറില്. അപ്പൊ അത് ഭക്തിവിനോദ് ഠാക്കൂറിന് ഈ ഗ്രന്ഥം കിട്ടി, ചൈതന്യ ഉപനിഷത്ത്. അത് അഥർവവേദത്തിലെ ഒരു ഉപനിഷത്താണ്. മെയിൻ ഉപനിഷത്തല്ല, ഉപനിഷത്തിലുള്ളതാണ്. അത് നമുക്ക് സംഭാവന ചെയ്തത് ആരാണ്? ഭക്തിവിനോദ് ഠാക്കൂർ. അപ്പൊ ഇത് ഈ കൾട്ട് ഓഫ് ഡിവോഷൻ ത്രൂ ഔട്ട് വേൾഡ് ആരാണ്? നമുക്ക് ചൈതന്യ മഹാപ്രഭുവാണ് നമുക്ക് പറഞ്ഞത്. പിന്നെ അടുത്തത് ഇതിപ്പോ ചൈതന്യ ഉപനിഷത്തില് രണ്ടാമത്തത് ശ്വേതാസ്വതര ഉപനിഷത്തില് 6.7 and 3.2. തം ഈശ്വരാനാം പരമം മഹേശ്വരം തം ദേവതാനാം പരമം ച ദൈവതം പതിം പദീനാം പരമം പരസ്താദ് വിദാമദേവം ഭുവനേശദ് ഈദ്യം. O Supreme Lord, you are the Supreme Maheshwara, the worshipable deity of all the demigods and the Supreme Lord of all lords. You are the controller of all controllers, the personality of Godhead, the Lord of everything worshipable. ഏതാണ്? ഉപനിഷത്ത് ശ്വേതാസ്വതര ഉപനിഷത്താണ് ഈ രണ്ട് ശ്ലോകങ്ങൾ. യു ആർ ദ സുപ്രീം മഹേശ്വര, അതെ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡെഡ് എന്നർത്ഥം. വേർഷിപ്പബിൾ ഡെയിറ്റി ഓഫ് ഓൾ ദ ഡെമിഗോഡ്, എല്ലാ ദേവതമാരും ആരാധിക്കുന്ന ഡെയിറ്റിയാണ് അങ്ങ്. ആൻഡ് ദ സുപ്രീം ലോർഡ് ഓഫ് ഓൾ, എല്ലാ ഈശ്വരന്മാരുടെ ഈശ്വരൻ അല്ലെ, പരമേശ്വരൻ. പര മഹേശ്വരൻ ഉണ്ടെങ്കിൽ യു ആർ ദ കൺട്രോളർ ഓഫ് ഓൾ കൺട്രോളേഴ്സ്, the personality of God, the Lord of everything worshipable. Mahan Prabhurvai Purusha Sattvasyasha Pravartaka Sunirmalam Imam Praptim Ishano Jyotir Avyaya. The Supreme Personality of God is Mahaprabhu, who disseminates transcendent enlightenment. Just to be in touch with him is to be in contact with the indestructible Brahma Jyoti. പിന്നെ മൂന്നാമത്തത് മുണ്ടകോപനിഷത്ത്. യഥാ പശ്യതേ രുക്മവർണം കർത്താരാമിസം പുരുഷം ബ്രഹ്മയോനിം. One who sees that golden colored personality of Godhead, Supreme Lord, the Supreme Actor, who is the source of the Supreme Brahman, is liberated. പിന്നെ ശ്രീമദ് ഭാഗവതം 11.5, 33, 34 and 7.9-38. ध्येयं सदा परिभवग्नाम् अभीष्टदोहं तीर्थास्पदं शिवविरिञ्जिन्यूतं शरण्यं नृत्यार्तिहं प्रणतपाल भवाब्धिपोतं वन्दे महापुरुषते चरणारविन्दं. We offer our respectful obeisances unto the lotus feet of him, the Lord, upon whom one should always meditate. He destroys insults to his devotees. He removes the distresses of his devotees and satisfies their desires.
He, the abode of all the holy places and the shelter of all sages, is worshipable by Lord Shiva and Lord Brahma. He is the boat of the demigods for crossing the ocean of birth and death. Tyaktva sudushtyaja surepshita rajya lakshmin dharmishta aryavachasa yad agadaranyam maya mrigam daida yepshidam anmadhavad vande mahapurusha te charanaravindam. We offer our respectful obeisances unto the lotus feet of the Lord, upon whom one should always meditate. He left his householder life, leaving aside his eternal consort, whom even the denizens of heaven adore. He went into the forest to deliver the fallen souls who are put into illusion by material energy. Praladam പറയുന്നു ഇത്തം നൃത്രിയാഗ് ഋഷിദേവ ജാഷാവതാരേർ ലോകാൻ വിഭാവസ് വയസി ഹംസി ജഗത് പ്രദീപാൻ ധർമ്മം മഹാപുരുഷപാസി യുഗാനുവർത്തിം ചന്നക്കലോ യദ് അഭവസ് ത്രിയുഗോഥ സത്വം. My Lord, you kill all the enemies of the world in your multifarious incarnations, in the families of men, animals, demigods, rishis, aquatics, and so on. Okay? അപ്പോൾ എല്ലാ തരത്തിലുള്ള ശത്രുക്കളെയും മൾട്ടിപ്പിൾ ഇൻകാർണേഷൻ, ഭഗവാൻ മത്സ്യപൂർണ്ണ, വരാഹ, നരസിംഹ, അങ്ങനെ പല ഇൻകാർണേഷനും വരുന്നു. അങ്ങനെ ആ അസുരന്മാരെ എല്ലാവരെയും വധിക്കുന്നു അല്ലേ? Thus, you illuminate the worlds with transcendental knowledge. In the age of Kali, O Mahapurusha, you sometimes appear in a covered incarnation. Therefore, you are known as Triyuga, one who appears in only 3 yugas. എന്തുകൊണ്ടാണ് 4 യുഗത്തിലും ഭഗവാന്റെ അവതാരം പറയുന്നില്ല? ത്രിയുഗ അല്ലെങ്കിൽ ത്രിയുഗി എന്നാണ് ഭഗവാൻ അറിയപ്പെടുന്നത്. കാരണം കലിയുഗത്തിലെ ഹിഡൻ അവതാരമാണ്, കവേർഡ് ഇൻകാർണേഷൻ ആണ്. അതുകൊണ്ട് ആ യുഗത്തില് അവതാരം പറഞ്ഞിട്ടില്ല. കലികാലെ നാമരൂപേ കൃഷ്ണാവതാരം എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ നാമം ആരാണ് പ്രചരിപ്പിക്കുന്നത്? ചൈതന്യ മഹാപ്രഭു. അതുകൊണ്ട് കലിയുഗത്തിലെ അവതാരം കൃഷ്ണനായിട്ട് ആരും പറയുന്നില്ല അങ്ങനെ പ്രത്യേകിച്ചിട്ട്. അതുകൊണ്ട് ഭഗവാനെ ത്രിയുഗ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. കാരണം കലിയുഗത്തില് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ചന്ന അവതാരമാണ്, കവേർഡ് ഇൻകാർണേഷൻ. അത് ഡിവോട്ടീസിന് മാത്രമേ അറിയുന്ന കാര്യമാണ്. വളരെ ഭാഗ്യം ഉള്ള ഡിവോട്ടീസിന് മാത്രമേ, ബാക്കി ആരോട് പറഞ്ഞു കൊടുത്താലും അവരത് മാനിക്കില്ല, അവരത് വിശ്വസിക്കില്ല. അപ്പൊ അതുകൊണ്ട് ചന്നവതാരമാണ് കലിയുഗത്തിൽ. ഫ്രം ദ കൃഷ്ണ യാമല തന്ത്ര പുണ്യക്ഷേത്രേ നവദ്വീപേ ഭവിഷ്യാമി സചിസുത. I shall appear in the holy land of Navadvipa as son of Sachidevi. ഇത് കൃഷ്ണയാമല തന്ത്ര എന്നുള്ളതിലാണ്. പുണ്യക്ഷേത്രം നവദ്വീപ് എന്ന് പറഞ്ഞിട്ടുള്ള പുണ്യക്ഷേത്രത്തിലെ ഭവിഷ്യത്തിലെ സച്ചിസുതനായിട്ട് ഞാൻ ജനിക്കും. അത് സച്ചി മാതാജിയുടെ മകനായിട്ട്. സച്ചി ആരാണ്? ചൈതന്യ മഹാപ്രഭുവിന്റെ അമ്മയുടെ പേര് സച്ചിസുത. I shall appear in the holy land of Navadvipa as the son of Sachi Devi. From the Vaipurana, Kalau Sankirtanarambhe Bhavishyami Sachisuta. അതായത് കലിയുഗത്തില് സങ്കീർത്തനം തുടങ്ങാൻ വേണ്ടിയിട്ട് ഭവിഷ്യത്തില് സച്ചിസുതനായിട്ട് ഞാൻ ജനിക്കുമെന്ന് വായുപുരാണത്തിൽ പറയുന്നു. In the age of Kali, when the Sankirtana movement is inaugurated, I shall descend as the son of Sachi Devi. ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സ്ക്രിപ്റ്റേഴ്സ്, ചൈതന്യ മഹാപ്രഭുവിന്റെ ഫ്യൂച്ചർ അവതാരെ പറ്റിയിട്ടുള്ള ഓരോ പ്രൂഫാണ്, എവിഡൻസസ് ആണ്. പല ആൾക്കാർക്കും സംശയം തോന്നും ഇതെല്ലാം ഗൗഡിയ വൈഷ്ണവമാണ് അല്ലെങ്കിൽ ഇസ്കോണിന്റെ ഇൻവെൻഷനാണ്, ഇതൊന്നും ശരിക്കല്ല. അപ്പൊ അവരുടെ വാദങ്ങളെ റിഫ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പുരാണങ്ങളിൽ നിന്നും മറ്റ് സ്ക്രിപ്റ്റേഴ്സിനുള്ള ശ്ലോകങ്ങളാണ് കൊടിയുന്നത്. വിംസിക്കലി അല്ല നമ്മൾ പറയുന്നത്, എല്ലാം ത്രൂ എവിഡൻസസ് ഫ്രം ദ ബ്രഹ്മ യാമല തന്ത്ര. അതാവാഹം ധരാധാമേ ഭൂത്വാ മദ്ഭക്തരൂപദൃക് മായായം ച ഭവിഷ്യാമി കലോ സങ്കീർത്തനാഗമേ. Sometimes I personally appear on the surface of the world in the garb of a devotee. Specifically, I appear as son of Sachi in Kali Yuga to start the Sankirtana movement.
അപ്പൊ ഇത് ബ്രഹ്മയാമന തന്ത്രം ഭഗവാൻ സ്വയം പറയാണ്. സംടൈം ഐ പേഴ്സണലി അപ്പിയർ ഈ ഭൂതലത്തില്, ഈ ധറയില്, ഇൻ ദ ഗാർബ് ഓഫ് എ ഡിവോട്ടി, ഒരു ഭക്തന്റെ രൂപത്തില്. എസ്പെഷ്യലി സ്പെസിഫിക്കലി ഐ അപ്പിയർ ദ സൺ ഓഫ് സച്ചി ഇൻ ദ കലിയുഗ ടു സ്റ്റാർട്ട് ദ സങ്കീർത്തന മൂവ്മെന്റ് ഫ്രം ദ അനന്ത സംഹിത. യ ദേവാ ഭഗവാൻ കൃഷ്ണോ രാധികാ പ്രാണവല്ലഭ സൃഷ്ടി ആദോ സ ജഗന്നാഥോ ഗൗര ആസിൻ മഹേശ്വരി. ആനന്ദ സംഹിതയിൽ എന്താണ് പറയുന്നത്? സുപ്രീം പേഴ്സൺ ശ്രീ കൃഷ്ണ ഹിംസെൽഫ്, ഹു ഇസ് ദ ലൈഫ് ഓഫ് ശ്രീ രാധാറാണി ആൻഡ് ഇസ് ദ ലോർഡ് ഓഫ് ദ യൂണിവേഴ്സ് ഇൻ ക്രിയേഷൻ, മെയിൻ്റനൻസ്, അനിലേഷൻ, appears as Gaura or Maheshwari. ഇവിടെ എന്താ പറയുന്നത്? സുപ്രീം പേഴ്സൺ ഭഗവാൻ സ്വയം, ശ്രീകൃഷ്ണ സ്വയം ആരുടെ ലൈഫ് ആൻഡ് സോൾ ആണ്? ഹു ഇസ് ദ ലൈഫ് ഓഫ് ശ്രീമതി രാധാറാണി ആൻഡ് ഇസ് ദ ലോർഡ് ഓഫ് ദ യൂണിവേഴ്സ് ഇൻ ക്രിയേഷൻ. രാധാറാണിയുടെ ലൈഫ് ആൻഡ് സോൾ ആണ്. പിന്നെ ഈ സൃഷ്ടി സ്ഥിതി സംഹാരത്തിന്റെ മാസ്റ്ററുമാണ്. അപ്പിയേഴ്സ് എങ്ങനെ? ആസ് ഗൗര, കംപ്ലക്ഷൻ ഗൗര, ഓ മഹേശ്വരി. ഇത് ശിവൻ പാർവതിയോട് പറയുന്നതായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കറിയില്ല എക്സാക്ട്ലി മഹേശ്വരി എന്ന് പറയുമ്പോൾ. എന്തായാലും ഒരുപാട്, ഇത് വളരെ കുറച്ചാണ് ഇവിടെ തന്നിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ശ്ലോകങ്ങളുണ്ട്, ഒരുപാട് സ്ക്രിപ്റ്റേഴ്സിൽ ചൈതന്യ മഹാപ്രഭുവിനെ പറ്റിയിട്ട്. അങ്ങനെ കൃഷ്ണവർണം ത്യുസാ കൃഷ്ണം സംഗോപാംഗാസ്ത്ര പാർഷദം യജ്ഞേർ സങ്കീർത്തന പ്രായേർ യജന്തി ഹി സുമേധസം, അല്ലെ? അതും നമ്മുടെ ഭാഗത്തിന് തന്നിട്ടുണ്ട്. കൃഷ്ണവർണം ത്യുസ ആ കൃഷ്ണൻ. കൃഷ്ണവർണം എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ നാമത്തിനെ വർണ്ണിക്കുന്നത്. പക്ഷെ എന്താണ്? ത്യുസ ആ കൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണന്റെ കോംപ്ലക്ഷൻ അല്ല. ആ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നോട്ട് ബ്ലാക്ക് ഓർ നോട്ട് ഡാർക്ക് ഇൻ കോംപ്ലക്ഷൻ, ഗൗര, ഗോൾഡൻ കോംപ്ലക്ഷൻ. അപ്പൊ അങ്ങനെ ഒരുപാട് സ്ക്രിപ്റ്റേഴ്സിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവത്തെ പറ്റിയിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ ആണ്. ഭവിഷ്യാമേ, അതാണ് ഓരോ ശ്ലോകത്തിലും ഭവിഷ്യത്തിൽ വരും എന്ന് പറയുന്നത്. ഇവിടെ വ്യാസദേവൻ ഈ സ്ക്രിപ്റ്റേഴ്സ് എഴുതുന്ന സമയത്ത് കലിയുഗം തുടങ്ങാൻ പോകുന്നുള്ളൂ. കലിയുഗത്തിന്റെ പ്രഥമ സന്ധ്യയിലാണ് വരുന്നത്, അല്ലേ? അപ്പോ ഏകദേശം ഒരു 4500 വർഷം പിന്നിട്ട ശേഷമാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവം. അപ്പൊ നമുക്ക് നമ്മളുടെ ഈ ചൈതന്യ മഹാപ്രഭു സ്വയം ഭഗവാനാണെന്ന് സ്ഥാപിക്കാൻ ഇഷ്ടം പോലെ സ്ക്രിപ്ചറൽ എവിഡൻസസ് ഉണ്ട്. വിംസിക്കലി അല്ല എന്നാണ് ചുരുക്കത്തിൽ പറയുന്നത്. ടെക്സ്റ്റ് 23. പരവ്യോമേതേ വൈശേ നാരായണ നാമ ഷഡൈശ്വര്യ പൂർണ്ണലക്ഷ്മി കാന്ത ഭഗവാൻ. പരവ്യോമേതേ വൈശേ നാരായണ നാമ ഷഡൈശ്വര്യ പൂർണ്ണ ലക്ഷ്മികാന്ത ഭഗവാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 23. പരവ്യോമേ ദേവൈസേ നാരായണ നാമ ഷഡൈശ്വര്യ പൂർണ്ണ ലക്ഷ്മികാന്ത ഭഗവാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പരവ്യോമേ ദേവൈസേ നാരായണ നാമ ഷഡൈശ്വര്യ പൂർണ്ണ ലക്ഷ്മി കാന്ത ഭഗവാൻ. വിവർത്തനം ശ്രീ എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ആത്മീയ വ്യോമത്തിൽ പരിലസിക്കുന്ന നാരായണൻ ഷഡൈശ്വര്യ സമ്പൂർണനും ഐശ്വര്യ ദേവതയുടെ നാഥനുമാകുന്നു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ്. Lord Narayana, who dominates the transcendent world, is full in 6 opulences. He is the personality of God, the Lord of the goddess of fortunes. നാരായണ ഭഗവാൻ വൈകുണ്ഠത്തില്, ആധ്യാത്മിക ലോകത്തില് എങ്ങനെയാണ്? ഫുൾ ഓപ്പുലൻസസ്, ഫുൾ 6 ഓപ്പുലൻസസ്, ഷഡൈശ്വര്യങ്ങളോടുകൂടിയാണ് അവിടെ വസിക്കുന്നത്. ആൻഡ് ഹി ഈസ് ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, ദ ലോർഡ് ഓഫ് ദ ഗോഡസ് ഓഫ് ഫോർച്യൂൺ. ലക്ഷ്മി ദേവിയുടെ ലോർഡും കൂടിയാണ്. എന്താണ്? ഷഡൈശ്വര്യങ്ങള്. ഓക്കെ. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്ശ്രിയ ജ്ഞാന വൈരാഗ്യവൈവ ഷണ്ണം ഭഗ ഇതിങ്കണം. ഈ 6 ഓപ്പുലൻസസും ഐശ്വര്യങ്ങളും പൂർണ്ണമായിട്ടും ഭഗവാൻ അവിടെ എക്സിബിറ്റ് ചെയ്യുന്നു. നാരായണ ഭഗവാൻ. 24. വേദ ഭാഗവത ഉപനിഷദാഗമാം പൂർണ്ണതത്വയാൻരേ കഹേ നഹി യാൻര സമാം. വേദ ഭാഗവത ഉപനിഷദാഗമാം പൂർണ്ണതത്വയാൻരേ കഹേ നഹി യാൻര സമാം.
ഹരേ കൃഷ്ണ. വേദ ഭഗവത ഉപനിഷത്ത് അഗമ പൂർണ്ണതത്വയാൻറേ കഹേന ഹിയാൻറ സമ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേദ ഭഗവത ഉപനിഷത് അഗമ പൂർണ്ണതത്വയാൻറേ കഹേന ഹിയാൻറ സമ. വിവർത്തനം എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. വേദങ്ങളിലും ഭാഗവതത്തിലും ഉപനിഷത്തുകളിലും ഇതര ശാസ്ത്രങ്ങളിലും പരമസത്യമെന്ന് വിവരിക്കപ്പെടുന്നവനാണ് പരമദിവ്യോത്തമ പുരുഷൻ. അവിടുന്ന് തുല്യനായി മറ്റാരുമില്ല. ഹരേ കൃഷ്ണ. The personality of Godhead is He who is described as the absolute whole in the Vedas, Bhagavatam, Upanishads, and other transcendent literatures. No one is equal to Him. ഭഗവാനെ അസമ ഉദ്ധ്വ എന്ന് പറയുന്നു. സമമായിട്ടും ഊർധ മുകളിലും ആരുമില്ല. ഉപനിഷത്തില് എസ്പെഷ്യലി ഈശോപനിഷത്തില് സമാസോപനിഷത്തിൽ എന്ന് പറയുന്നത് ഓം പൂർണ്ണമദ പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവാവശിഷ്യതേ. പൂർണ്ണമാണ്. ഈസ് എ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. അപ്പോ ഈസ് ദ അബ്സല്യൂട്ട് ഹോൾ. അത് വേദങ്ങളിലും ഭാഗവതത്തിലും ഉപനിഷത്തിലും എല്ലാറ്റിലും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് തുല്യമായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുകളിലോ ആരുമില്ല. There are innumerable authoritative statements in the Vedas regarding the personal feature of the absolute truth. Some of them are as follows. അപ്പോൾ അതിനെ ജസ്റ്റിഫിക്കേഷൻ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ഈ സ്ക്രിപ്റ്റേഴ്സ്. ഫ്രം ദ ഋക് സംഹിത തദ് വിഷ്ണു പരമം പദം സദാ പശ്യന്തി സൂരയ ദിവ്യവാ ചക്ഷുരാതതം. The personality of Godhead, Vishnu, is the absolute truth, whose lotus feet all the demigods are always eager to see. Like the sun god, he pervades everything by the rays of his energy. He appears impersonal to imperfect eyes. Okay? Vishnu is absolute truth. അത് ആ വിഷ്ണുവിനെ ഇംപേഴ്സണൽ ആയിട്ട് ചില ആൾക്കാർ കാണുന്നു ബിക്കോസ് ഓഫ് ദ ഇംപെർഫെക്റ്റ് വിഷൻ. അവരുടെ ആ സെൻസസ്, മെറ്റീരിയൽ സെൻസസ് ഇംപെർഫെക്റ്റ് ആയതുകൊണ്ട് അവർക്ക് ആ ഭഗവാനെ, പൂർണ്ണ പുരുഷോത്തം ഭഗവാനെ ഇംപേഴ്സണായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഫ്രം ദ നാരായണ അഥർവ ശിര ഉപനിഷത്ത് നാരായണാത് ഏവ സമുത്പദ്യന്തെ നാരായണാത് പ്രവർത്തന്തെ നാരായണ പ്രളീയന്തെ അഥോ നിത്യനാരായണ നാരായണ ഏവേദം സർവം യത് ഭൂതം യച്ഛ ഭവ്യം ശുദ്ധോ ദേവ ഏകോ നാരായണോ ന ദ്വിതീയോ സ്ഥിതി കശ്ചിത്. It is from Narayana only that everything is generated by him. Only that everything is maintained, and in him only that everything is annihilated. Therefore, Narayana is eternally existing. Everything that exists now or will be created in the future is nothing but Narayana, who is the unadulterated deity. There is only Narayana and nothing else. Sarvam Kalvidan Brahman എന്ന് പറയുന്ന പോലെ ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഭഗവാൻ അല്ലാണ്ട് വേറൊന്നുമില്ല. നമ്മൾ അതിനെ സ്പിരിച്വൽ മെറ്റീരിയൽ ആക്കുന്നു മാത്രം. മെറ്റീരിയൽ നമ്മള് ഈ ഭൗതിക ലോകത്തിലെ കാര്യങ്ങളെല്ലാം ഭൗതിക ആഗ്രഹം സാധിക്കാൻ വേണ്ടി നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടിക്കുമ്പോൾ അത് മാറ്റർ ആവുന്നു. അതേ കാര്യങ്ങൾ നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ ആ മാറ്ററിന് സ്പിരിച്വൽ ആവുന്നു. അപ്പൊ എല്ലാം ആക്ച്വലി നാരായണൻ തന്നെയാണ്, എല്ലാം ബ്രഹ്മൻ തന്നെയാണ്. അതിൽ മാറ്റർ സ്പിരിറ്റ് എന്നില്ല. നമ്മളെ എങ്ങനെ ഉപയോഗിക്കുന്നു അതനുസരിച്ചിരിക്കും അത് മാറ്റർ ആവുന്നത് അല്ലെങ്കിൽ സ്പിരിച്വൽ ആവുന്നത്. ഫ്രം ദ നാരായണ ഉപനിഷത്ത് യഥാ പ്രസ്യൂത ജഗത് പ്രസൂതി നാരായണ ഈസ് ദ സോഴ്സ് ഫ്രം ഹൂം ഓൾ ദ യൂണിവേഴ്സസ് എമനേറ്റ്. ആൻഡ് ഫ്രം ദ ഹയശീഷ പാഞ്ചരാത്ര Paramatma Harirdewa. Hari is the Supreme Lord from Srimad Bhagavatam. Okay. Narayana bhi dhanasya brahmana paramatmana nishtam arthato no vaktum yuyam hi brahma vittama. O best of the Brahmanas, please tell us the position of Narayana, who is also known as Brahman and Paramatma. Sthiti udbhava pralaya hetur aheturasya Swapna Jagara Sushupsisu Sad Bahisha Dehendriyashu Hridayanti Charandi Yena Sanjeevatani Tad Avehi Param Narendra. O King, know him who is causeless
and yet he is the cause of creation. He is causeless. അദ്ദേഹത്തിന് ഒരു കാരണവുമില്ല. Yet he is cause of creation, maintenance and annihilation. എന്നിട്ടും അദ്ദേഹമാണ് കാരണക്കാരൻ സൃഷ്ടി സ്ഥിതി സമ്മാനത്തിന്. അദ്ദേഹത്തിന് യാതൊരു കാരണവുമില്ല. He is one without a second. For him there is no cause. He is causeless. പക്ഷെ ആ causeless ആയിട്ടുള്ള supreme personality of Godhead, he is the cause of creation, maintenance and annihilation. സൃഷ്ടി സ്ഥിതി സമ്മാനത്തിന്റെ. He exists in the three states of consciousness: walking, dreaming and deep sleep. അതായത് ജാഗ്രതാവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ, as well as beyond them, അതിന് മുകളിൽ തുര്യാവസ്ഥ. He enlivens the body, the senses, the breath of life and the heart, and thus they know him to be supreme. അപ്പൊ എന്താണ്? അപ്പൊ ആ നാരായണന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്, നമ്മൾക്ക് ശ്വസിക്കാൻ പറ്റുന്നത്, നമ്മളുടെ ഹൃദയം വർക്ക് ചെയ്യുന്നത്, ഓരോ ചലനങ്ങളും സംഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസൻസ് ഉള്ളതാണ്. നോ ഹിം ടു ബി സുപ്രീം. അപ്പൊ അദ്ദേഹത്തിനെ അറിയുക, അദ്ദേഹം ദിവ്യ പുരുഷോത്തമം, പൂർണ്ണ പുരുഷോത്തം ഭഗവാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്ന് എല്ലാ ശാസ്ത്രങ്ങളും അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഹരേ കൃഷ്ണ. സോ ടെക്സ്റ്റ് 25 അടുത്ത ക്ലാസ്സിൽ വാഞ്ച കൽപ്പതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज, आई गो प्रेमानंदे, हरि हरि बोल, हरे कृष्ण.